നമസ്തേ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇടനാട്ടിടം ദേവീക്ഷേത്രം, ആറാട്ടുപുഴ, ചെങ്ങന്നൂർ, പത്തനംതിട്ട ജില്ല. ഇവിടുത്തെ ക്ഷേത്ര സംരക്ഷണ സമിതി എല്ലാവരും കൂടെ പ്രയത്നിച്ച് ഈ ക്ഷേത്രം ഇതേപോലെ സുന്ദരമാക്കി വളരെ മനോഹരമാക്കി തീർത്തിരിക്കുന്നു. നിങ്ങളോട് ഞാനിവിടുത്തെ ഓരോ ദൃശ്യങ്ങളും പങ്കുവയ്ക്കാം. ഞാൻ ആദ്യം ഈ തെക്ക് വശത്തെ ഈ വ്യൂ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. തെക്ക് വശത്ത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം വടക്ക് പടിഞ്ഞാറായിട്ടാണ് ആല് നിൽക്കുന്നത്. ആല് നിൽക്കുന്നതിൻ്റെ ഭാഗം നിങ്ങൾക്കെല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരാളിപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ മുന്നിൽ എത്തി. അദ്ദേഹം ഇതിൻ്റെ വളരെയധികം എനിക്കറിയാം, അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള ആളാണ്. സത്യത്തിൽ അദ്ദേഹം ഒരു ഭാഗ്യശാലിയും കൂടിയാണ്. കാരണം അമ്മയുടെ അനുഗ്രഹം ഏറ്റവും അധികം അദ്ദേഹം കയ്യിൽ വാങ്ങിയിരിക്കുന്നു. അതാണ് എനിക്കിപ്പം നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അമ്മയുടെ ആ അനുഗ്രഹം ഈ വാങ്ങാൻ എല്ലാവരും ക്ഷേത്ര സന്നിധിയിൽ എത്തണം. ഇവിടെ അമ്മ രണ്ട് ഭാവത്തിലാണ് കുടികൊള്ളുന്നത്. ഇവിടുത്തെ ഊട്ടുവരയാണ് ഈ കാണുന്നത്. ഈ ഊട്ടുവരയൊക്കെ ഇത്രയും മനോഹരമാക്കി തീർക്കാൻ സാധിച്ചാണ് ഒരു വലിയ ഭാഗ്യം. കാര്യം ഊട്ടുവരയുടെ ആ ദൃശ്യങ്ങളാണ് നിങ്ങളെ ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഇവിടെ നല്ല മനോഹരമായ രീതിയിൽ ഇവിടെ ഒരു വർക്ക് നടന്നിട്ടുണ്ട്. പെയിൻറ്റിങ് വളരെ ഭംഗിയായിട്ടാണ് നിർവഹിച്ചിരിക്കുന്നത്. ഇത് സംരക്ഷണ സമിതിയുടെ ഓഫീസാണിത്. ആ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഊട്ടുവരയിൽ ഒരു പെയിൻറ്റിങ് വർക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ ദേവി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മയാണ് ഭദ്രകാളി രൂപത്തിലൂടെ പ്രതിഷ്ഠ നടന്നിരിക്കുന്നത്. ആ അമ്മ ആദ്യം കുറിയന്നൂർ ഇടനാട്ടിടം എന്ന ക്ഷേത്രത്തിലായിരുന്നു. അവിടെ നിന്നും പിന്നീടാണ് ഇവിടെ ആറാട്ടുപുഴ ഇടനാട്ടിടത്തിലേക്ക് അമ്മ എത്തിയത്. ആ അമ്മയുടെ അനുഗ്രഹം അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായതുകൊണ്ടായിരിക്കാം ഈ പമ്പാനദിയുടെ കരയിൽ ഈ മനോഹരമായിട്ടുള്ള ഭൂപ്രദേശം അമ്മ അധിവസിക്കാൻ അമ്മയ്ക്ക് ഏറ്റവും പ്രിയമായതും ഇവിടുത്തെ ഭക്തജനങ്ങളെ എല്ലാം അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് തന്നെ അമ്മ ഇവിടെ കുടികൊള്ളുന്നതും ഈ കരയിലെ എല്ലാ ഭക്തജനങ്ങളും വളരെയധികം ഭാഗ്യശാലികളാണ്. ഈ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്താണ് ഇവിടുത്തെ നദി, പമ്പാ നദി സ്ഥിതി ചെയ്യുന്നത്. ആ നദിയിൽ ഇപ്പോഴും വളരെ പരിപാവനമായിട്ടാണ് ഇവിടെ എല്ലാം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ക്ഷേത്ര സംരക്ഷണ സമിതിയെ എത്രമാത്രം പുകഴ്ത്തിയാൽ പോലും പറ്റുകയില്ല. കാരണം അത്രയ്ക്ക് മനോഹരമായാണ് ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. അമ്മയോടുള്ള അവരുടെ ഭക്തിയെയാണ് ഇവിടെ ഏറ്റവും അധികം പ്രാധാന്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സർവേശ്വരുടെ ആ ചെറിയ ഒരു പൂങ്കാവനവും ഇവിടെ തന്നെ അവർ ഇനി കൂടുതലായിട്ട് ചെടികളൊക്കെ നട്ട് അമ്മയ്ക്ക് പുഷ്പം സമർപ്പിക്കാൻ ഇവിടെ തന്നെ നിർമ്മിക്കാനാണ് അവരെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ ക്ഷേത്രത്തിൽ വരാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഒരു ജന്മ സൗഭാഗ്യമാണ്. ഇതെൻ്റെ ധർമ്മക്ഷേത്രം കൂടിയാണ്. ആ സർവേശ്വരിയെ ഒന്ന് കണ്ടു വണങ്ങാനും നിങ്ങളുമായിട്ട് അമ്മയുടെ ഈ വീഡിയോ ഒന്ന് പകർത്താനും അമ്മ എനിക്കിന്ന് ഒരു മഹാഭാഗ്യം തന്നു. സത്യത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ആ പരിപാവനമായിട്ടുള്ള ദൃശ്യം ഇവിടെ വന്ന് നിൽക്കുമ്പോഴുള്ള പോസിറ്റീവ് എനർജി അത് നമുക്ക് എത്രമാത്രം വർണ്ണിച്ചാൽ പോലും സാധിക്കുന്നില്ല. ആ മഹാദേവിയുടെ
വടക്ക് പടിഞ്ഞാറാണ് യോഗീശ്വരൻ്റെ സ്ഥിതി ചെയ്തത്. ആ യോഗീശ്വരനെ കണ്ടു തൊഴുത് വണങ്ങി കഴിയുമ്പോൾ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി കുടികൊള്ളുന്നുണ്ട്. അതുപോലെ തെക്ക് പടിഞ്ഞാറാണ് ഗണപതി ഭഗവാന്റെ സാന്നിധ്യം. കന്നിമൂലയ്ക്ക് ഗണപതി ഭഗവാന്റെ സാന്നിധ്യവും ബ്രഹ്മരക്ഷസും ആ കന്നിമൂലയിൽ പ്രതിഷ്ഠിതമായിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ദൃശ്യം ഞാൻ പകർത്തി തരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ സർവേശ്വരയുടെ ആ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തെ ദൃശ്യങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. നല്ല ചരലൊക്കെ പാകി നല്ല ഭംഗിയാക്കി ഇട്ടിരിക്കുന്നു. ഇതിലെ ഒന്ന് നടന്നു പോകുമ്പോഴുള്ള എനർജി വളരെ വളരെ നിങ്ങളോട് എത്ര പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു ആനന്ദം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നില്ല. അതുപോലെ ഒരു ആനന്ദാനുഭൂതിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കടവാണിത്. അത് വളരെ വൃത്തിയായിട്ടൊക്കെ തന്നെ അവർ സംരക്ഷിച്ചിരിക്കുന്നു. ഇവിടെ ഇറങ്ങി ഇവിടുത്തെ അമ്മയുടെ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അത്ര പരിപാലനമായിട്ട് തന്നെ ഇവിടെ എല്ലാം കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. വടക്ക് ഭാഗത്ത് കിഴക്കോട്ടാണ് ഞാനിന്നിപ്പോൾ കടക്കുന്നത്. നാഗത്താർ നടയാണ്. രാജാവും നാഗയക്ഷിയമ്മയും കുടികൊള്ളുന്നു. വീരഭദ്രസ്വാമി വടക്ക് കിഴക്ക് ഭാഗത്തുണ്ട്. അത് വടക്ക് കിഴക്കേ ഭാഗത്തെ കിണറാണ്. ഏറ്റവും ഒരു വീടുകളിലാണെങ്കിലും വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണർ വയ്ക്കേണ്ടതെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ കോവിലിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ശിവക്ഷേത്രം, ശിവ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനിപ്പുറത്ത് യക്ഷിയമ്മയുണ്ട്. ഇവിടെ ഒരു കൂവളത്തിൻ്റെ മരമുണ്ട്, കൂവള മരമുണ്ട്. ആ ഭംഗികളൊക്കെ നമ്മൾ ആസ്വദിച്ച് ഇവിടുത്തെ ദൃശ്യകരമായിട്ടുള്ള ഈ പൂന്തോട്ടം, അമ്മയുടെ പൂങ്കാവനം വളരെ പരിശുദ്ധമായിട്ടും പാവനമായിട്ടും തന്നെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദേവിയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഞാനിന്നിപ്പോൾ നിൽക്കുന്നത്. കിഴക്ക് ഭാഗത്തായിട്ട് സർവേശ്വരയുടെ ആ കിഴക്കേ വാതിലാണ്. അവിടുത്തെയൊക്കെ അധികം താമസമായിട്ടില്ല. ഇവിടെ ഇത്രയും പുനർനിർമ്മാണം നടത്തിയിട്ട് സർവേശ്വരയുടെ അനുഗ്രഹം ഇവിടെ എല്ലാം നിങ്ങൾക്കെല്ലാം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മനോഹരമായ ഈ ക്ഷേത്രത്തിൽ വന്നൊന്ന് കൈതൊഴുമ്പോൾ നമ്മുടെ തലമുറ ആരാധിച്ചിരുന്ന ആ ദേവീ ചൈതന്യം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ദുർഗാദേവിയുടെ ക്ഷേത്രം കുടികൊള്ളുന്നത്. ആ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് ഞാൻ പോകുമ്പോൾ എൻ്റെ ആരാധ്യ ദേവതയായ ദുർഗാദേവിയെ പ്രദക്ഷിണം വെച്ച് ഞാൻ പോകുന്നു. തെക്ക് കിഴക്കേ ഭാഗത്തെ മണൽ വിരിച്ച ആ പാതകളും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് അവരിവിടെ ശരിയാക്കിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് കൊടുക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതി ഈ ക്ഷേത്രത്തിനെ വളരെ പരിശുദ്ധമാക്കി തന്നെ നമുക്ക് മനസ്സിലാകും. ഇവിടെ പാറകളൊക്കെ വളരെ ചിട്ടപ്പെടുത്തി തന്നെ ആണ് ഇട്ടിരിക്കുന്നത്. ആ ഭംഗി നമ്മളെത്ര കണ്ടാൽ പോലും മതിയാവുന്നില്ല. സർവേശ്വരി ഇങ്ങനെ ആദ്യം കണ്ണാടി ബിംബത്തിലായിരുന്നു. ഇപ്പോൾ അതിൽ ആ പ്രതിഷ്ഠ മാറിയിട്ട് അമ്മയ്ക്ക് നല്ല ഒരു പ്രതിഷ്ഠയാണ് കൊടുത്തിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ അമ്മയുടെ സാന്നിധ്യമാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഇവിടെ ബ്രഹ്മരക്ഷസ് അപ്പൂപ്പൻ കുടികൊള്ളുന്നു. ഇവിടെ കന്നിമൂല ഗണപതി, അത് കഴിഞ്ഞ് മഹാഗണപതി, ആ ഭഗവാനെയൊക്കെ തൊഴുത് നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിപൂർണമായിട്ട് കാണിച്ചു തരാൻ സാധിച്ചുവല്ലോ എന്നുള്ളൊരു കൃതാർത്ഥത എനിക്കുണ്ട്. എനിക്കിവിടെ വന്ന് മാസം തോറുമെങ്കിലും വന്ന് തൊഴണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാവാം
എനിക്കിന്ന് തന്നെ ഇവിടെ വന്ന് അമ്മയുടെ ഈ വീഡിയോ എടുക്കാൻ സാധിച്ചത്. സർവേശ്വരി അതിനുള്ളൊരു ഭാഗ്യവും തന്നു. നിങ്ങളെല്ലാം അമ്മയുടെ പരിപാലനമായ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ ചൈതന്യം നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ മുമ്പിൽ സർവേശ്വരിയുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുവാനും ഉള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ സമാപ്തമാക്കുന്നു. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. നമസ്കാരം.